ഈ വേടൻ നമുക്കെല്ലാം അറിയുന്ന പോലെ പ്രശസ്തനായ ഒരു ഗായകൻ എന്നുള്ള നിലയിലാണ് നമ്മളെല്ലാം അദ്ദേഹത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്തത്. പക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന റെയ്ഡിനിടയിലാണ് വേടൻ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ചെയിൻ അത് പുലിനകം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പോലീസാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെല്ലുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കേസ് രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായും അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ സമർപ്പിക്കും. കോടതി അവരുടെ യുക്തിബോധത്തിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും. ഇതിൽ അസാധാരണമായി ഒന്നുമില്ല. ഇങ്ങനൊരു കുറ്റകൃത്യം കണ്ടെത്തിയാൽ വനംവകുപ്പ് സ്വീകരിക്കേണ്ട ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവ ചുമത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നെ അത് സംബന്ധിച്ച് ധരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നിയമ നടപടികളിൽ പോകും. കോടതിയാണ് അതിൻ്റെ അകത്ത് വരിക. അത് 7 കൊല്ലം വരെ വേണമെങ്കിൽ തടവ് ശിക്ഷ വിധിക്കാവുന്ന വകുപ്പുകളാണുള്ളത്. അതിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. ഏതായാലും ഇദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫോറസ്റ്റ് വിജിലൻസിൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.